ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ്. ഒരു പ്ലെയിൻ നെറ്റ് എങ്ങനെയാണ് ഒരു പാർട്ടി വെയർ ദുപ്പട്ടയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്ലെയിൻ നെറ്റാണിത്. ഇതൊരു ആഷ് കളർ നെറ്റാണ്. ഇത് 2.25 മീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ആഷ് കളറിൽ തന്നെ നല്ല വർക്കുള്ള ഒരു നെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 മീറ്ററാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കുമുള്ള നല്ലൊരു നെറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓവറായും പോകരുത്, എന്നാലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടണം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇന്നത്തെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആഷ് കളറിലെ പ്ലെയിൻ നെറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആവശ്യത്തിന് വീതിക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2.25 മീറ്ററാണ് ലെങ്ത് ഉള്ളത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 55 ഇഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് വൺ സൈഡ് ആയിട്ട് ഇടാനായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്രയും വീതി വേണ്ട. അപ്പോൾ ഞാനൊരു 40 ഇഞ്ച് കിട്ടത്തക്ക വീതിയിൽ ഇതങ്ങ് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു അളവിൽ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ 40 ഇഞ്ച് വീതിയും 2.25 മീറ്റർ നീളത്തിലും ആയിട്ട് ഇതങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഷോളുമായിട്ടൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ആ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ വർക്കുള്ള ഷോൾ വെച്ചിട്ട് 4 സൈഡിലും ബോർഡർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ബോർഡർ കൊടുക്കുന്നത് 2.25 മീറ്റർ ലെങ്ത് വൈസ് 2 സൈഡിലും ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2.5 ഇഞ്ച് വീതിയിലാണ് തുണി മുറിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 1.5 ഇഞ്ച് വീതിയിലാണ് ബോർഡർ വേണ്ടത്. അപ്പോൾ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം മടക്കി തയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 2.5 ഇഞ്ച് വീതം ഇതേപോലെ അങ്ങ് മുകളിലോട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിന് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പീസുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴേക്ക് നമുക്ക് 2 സൈഡിലും ബോർഡർ വെക്കാനുള്ള തുണി കിട്ടും. അപ്പോൾ അതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന തുണി ഇത്രയുമാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ താഴ്ഭാഗം 2 സൈഡിലും ബോർഡർ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കാം. ഏകദേശം എനിക്കൊരു 13.5 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പകുതി വീതിയിൽ 2 സൈഡിലും വയ്ക്കാവുന്നതാണ്. താഴ്ഭാഗത്തായിട്ട് 2 സൈഡിലും ഇതിൻ്റെ പകുതി വീതിയിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡിൽ വയ്ക്കാനായിട്ടുള്ള തുണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണാം. ഇതൊരു ഏകദേശം 2 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം ലെങ്തിലും വിട്ടിലുമാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ താഴ്ഭാഗത്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലെയിൻ നെറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ നൂലൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ നല്ല വർക്കുള്ള ഈ നെറ്റ് ഉണ്ടല്ലോ, ഈ നെറ്റിൻ്റെ 2 സൈഡ് ഒന്ന് മടക്കിയിട്ട് നമ്മുടെ പ്ലെയിൻ നെറ്റിലോട്ട് അടിച്ച് ചേർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ക്ലോസർ ഷോട്ട് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് വൈസ് എങ്ങനെയാണ് ബോർഡർ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയില്ലേ, അതെല്ലാം കൂടെ ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പ്ലെയിൻ നെറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ തുണി എടുക്കുക. ഓക്കെ, ഈ വർക്കുള്ള നെറ്റ് എടുത്തിട്ട് ഇതേപോലെ 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക, കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് ഈ താഴ്ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ആദ്യം ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക, അതിന് ശേഷം അടുത്ത സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ 2 സൈഡും 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പം ഞാൻ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലെയിൻ നെറ്റായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതേപോലെ ഒരു ബോർഡർ കൊടുത്തെടുക്കുമ്പോഴല്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ഷോളിന് കുറച്ചുകൂടെ ഭംഗി കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്ക്വയർ പീസ് എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ചരിച്ച് ഡയമണ്ട് ഷേപ്പിലാക്കി വെച്ച് കൊടുക്കുക. ഇതേപോലെ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതാണിതേ നമ്മുടെ ദുപ്പട്ട. ഒരു പ്ലെയിൻ നെറ്റ് നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക്